ഇത് ശബരിമല മറയ്ക്കാനുള്ള തന്ത്രമാണ് എന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നേതാക്കൾ. ഇപ്പോൾ പെൺകുട്ടി നേരിട്ടെത്തി പരാതി നൽകുമ്പോൾ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാനുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനും അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ് നമുക്ക് കേൾക്കേണ്ടത്. ഈ നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നൽകുന്ന അത് ലംഘിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്നതാണ് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഭരണഘടനയിൽ ബലാത്സംഗത്തിന് വകുപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പരാതിയാണ് പെൺകുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഭരണഘടനയിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരാതിയിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ എന്ത് പറയുമെന്നതാണ് നമുക്ക് കേൾക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള തൊലിക്കട്ടി ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമുക്കൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വി കെ സനോജ് ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടി നേരിട്ടെത്തി പരാതി നൽകുന്നത് മുഖ്യമന്ത്രിക്ക്. സ്വാഭാവികമായും രാഷ്ട്രീയമായി കൂടി ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടമാണ്. പെൺകുട്ടിയുടെ പരാതി ലഭ്യമാകുമ്പോൾ, നേരിട്ട് പെൺകുട്ടി വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ ഇനി അതിൽ നടപടികൾ വളരെ വേഗത്തിലുണ്ടാകും എന്നതാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിരവധി പെൺകുട്ടികളുടെ നിലവിളികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിലവിളികളുമായിട്ട് പെൺകുട്ടികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള പലവിധത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ, ഇത് സംബന്ധിച്ച് പലരും ഈ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഉള്ളതാണോ, ഇത് നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അല്ലെങ്കിൽ ഇത് വളരെ ഗൗരവമാണ്, അപ്പൊ അത് നിഷേധിക്കുമെന്ന് ചോദിക്കുമ്പോൾ നിഷേധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് വ്യാജമാണോ ചോദിച്ചപ്പോൾ വ്യാജമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും കോൺഗ്രസിന്റെ ഒരു വലിയൊരു നിര ഈ ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഉൾപ്പെടെ കെ സുധാകരനെ പോലെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഡയലോഗുകൾ നമ്മൾ മറന്നിട്ടില്ല. ഇപ്പൊ രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു. മറുഭാഗത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ രാഹുൽ പ്രസംഗിക്കുന്നുണ്ട്. പാലക്കാട് എല്ലാ പൊതുപരിപാടികൾക്കകത്തും അദ്ദേഹം പോവുകയാണ്. രാഹുലിന്റെ കൂടെ അനുഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അപ്പൊ രാഹുലിനെ ഞങ്ങൾ ഇതാ ഒഴിവാക്കിയിരിക്കുന്നു എന്നെല്ലാം ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരാതി ഉണ്ടോ എന്നാണ്. ഇപ്പോഴിതാ പരാതിയുമായിട്ട് നേരിട്ട് ഒരു അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നു. ഒരാൾ മാത്രമല്ല, നേരത്തെ പല പെൺകുട്ടികളുടെ ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും പരാതികൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ പരാതി വന്ന സ്ഥിതിക്ക് നിയമപരമായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ തന്നെ ഇതുമായി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വി ഡി സതീശൻ യാതൊരു മറുപടിയും പറയാതെ പോയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രതികരണം എന്നത് തേടിയിരുന്നു. ഡാൻ അവിടെ ഉണ്ടായിരുന്നു. വി ഡി സതീശൻ ഇപ്പോൾ മിണ്ടാതെ പോയിരിക്കുന്നു എന്നതാണ് അതിൽ പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്. മറ്റൊന്ന് സനോജ് നോക്ക്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പരാതി പെൺകുട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ പെൺകുട്ടി കഴിഞ്ഞ 3 മാസം എടുത്തു ഈ ഒരു പരാതിയുമായി അവിടേക്ക് എത്താൻ. ആ 3 മാസം എന്ന് പറയുന്നത് ശാരീരികവുമായി മാനസികവുമായി പെൺകുട്ടി കടന്നുപോയത് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ്. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് ഈ രാഹുൽ ഫാൻസിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്ന അധിക്ഷേപം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഹു കെയേഴ്സ് എന്നായിരുന്നല്ലോ ചോദിച്ചത്. ഈ പെൺകുട്ടിയെ ഇനി ആര് സംരക്ഷിക്കും? CM സംരക്ഷിക്കുമോ? സർക്കാർ സംരക്ഷിക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആ അതിജീവിതക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കേരളത്തിലെ ജനങ്ങളാകെ ഒരുക്കും. കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരാകെ ഒരുക്കും എന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ സംശയം? കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രിമിനലിന് ഇങ്ങനെ ഈ നിലയിൽ അധികകാലം പ്രവർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതിശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും. DYFI ആ പ്രതിരോധത്തിന് മുൻനിരയിൽ നിൽക്കും. സംസ്ഥാന ഗവൺമെന്റ്, പോലീസ് സംവിധാനം എല്ലാം ആ പെൺകുട്ടി കൂടെ നിൽക്കും. അങ്ങനെ ധൈര്യപൂർവ്വം പരാതി പറയാൻ മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിയെ ഈ രാഹുലിന്റെ സൈബർ കൂട്ടത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അങ്ങ് ഇല്ലാതാക്കലാന്ന് ധരിക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞല്ലോ 3-4 മാസമായിട്ട് ആ പെൺകുട്ടി അനുഭവിച്ച വേദന സംബന്ധിച്ച് പറഞ്ഞല്ലോ. എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ പെൺകുട്ടിയെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കുറെ ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് വന്ന പെൺകുട്ടികളെല്ലാം എത്ര മോശമായ ഭാഷയിലാണ് സൈബറിടത്തിൽ ആക്രമിച്ചത്. ആരാ ഇതിന് പിന്നിൽ?
ഇതിന് പിന്നിൽ ഷാഫിയും ഈ രാഹുലും അടങ്ങുന്ന ഈ സംഘത്തിന്റെ സൈബർ ടീമാണ്. ഇവരുടെ വാർ റൂം ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ്. ഇവരൊരു PR സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അവരാണ് കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടിയെ കൊണ്ടുവന്നിട്ട് രാഹുലിന്റെ മണ്ഡലത്തിലാകെ ഇറക്കി നടത്തിയിട്ട് രാഹുലുമായിട്ട് കുറെ സെൽഫിയും വീഡിയോയും റീൽസ് ഒക്കെ എടുത്തിട്ട് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി വന്നത്. അങ്ങനെ ഏതെങ്കിലും നടിമാരെയൊക്കെ ഇറക്കിയിട്ട് പ്രതിച്ഛായ മെച്ചപ്പെടുത്തി കളയാം എന്ന് ധരിക്കേണ്ടതില്ല. ഇത് കേരളമാണ്. തീർച്ചയായും അതിലേക്കുള്ള വളരെ ആസൂത്രിതമായ നീക്കം. എങ്ങനെയാണ് ഒരു ബലാത്സംഗ പരാതി ആരോപണം നേരിട്ടാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നതിന്റെ ഒരു ക്ലാസ് എടുപ്പായിരുന്നു രാഹുലിന്റെയും ഷാഫിയുടെയും നേതൃത്വത്തിൽ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ ഒരൊറ്റ കാര്യം കൂടി, ഈ രാഹുലിനെ പൊതുവേദിയിൽ വരാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് ആദ്യം എടുക്കുകയും പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ തങ്ങൾ തടയില്ല എന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു പരാതി രേഖാമൂലം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിലപാടിൽ മാറ്റമുണ്ടാകുമോ? DYFI ആ നിലപാടിൽ മാറ്റം വരുത്തുമോ? ഇപ്പൊ പരാതിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. ഗൗരവമായിട്ടുള്ള പരാതി തന്നെ ആവാൻ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ എല്ലാം പുറത്തു വന്ന തെളിവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. അപ്പൊ ആ ഗുരുതരമായിട്ടുള്ള പരാതിയിൽ അത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ഒരു ക്രിമിനൽ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ജനങ്ങളുടെ ആഗ്രഹത്തിന് മുന്നിൽ DYFI ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ല എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം എല്ലാ തവണയും വരുന്നതാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്നതാണ്. സത്യം ജയിക്കണം എന്നതാണ് നമുക്കും പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യമേ ജയിക്കാവൂ, സത്യത്തെ ഏതെങ്കിലും തരത്തിൽ റീൽസ് ഇറക്കി തോൽപ്പിക്കാൻ പറ്റരുത് എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും പെൺകുട്ടി പരാതി നൽകിയിരിക്കുമ്പോൾ ആദ്യ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതൊരു FB പോസ്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വരുന്നു എന്ന് നമ്മൾ കാണണം. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് നൽകിക്കൊണ്ട്, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ ചൊറിഞ്ഞുകൊണ്ടൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി പ്രതികരണം വരുന്നു. പെൺകുട്ടി പരാതി നൽകിയെന്ന വിവരത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സത്യം ജയിക്കും എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ചെറിയ വരികളിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും എന്നതിൽ പറയുന്നു. എന്ത് നിയമപരമായ പോരാട്ടമാണ് ഈ 3 മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ട് പോലുമില്ല, ആ ശബ്ദം തന്റേതല്ല എന്ന് നിഷേധിച്ചിട്ട് പോലുമില്ല. നിയമ പോരാട്ടത്തിന് എന്തുകൊണ്ട് തയ്യാറെടുക്കുന്നില്ല? മാധ്യമങ്ങളെ പഴിചാരുമ്പോൾ, എന്നാൽ മാധ്യമങ്ങൾക്കെതിരെയോ ഇങ്ങനെയുള്ള അപവാദ പ്രചരണത്തിനെതിരെയോ എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നു നിയമപരമായി തന്നെ പോരാടുമെന്ന്, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ആദ്യ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് വരികയാണ് ഈ വിഷയത്തിൽ. നമുക്കൊപ്പം ഡാൻ കുര്യനും കിരൺ ബാബുവും തുടരുന്നുണ്ട്. കിരണിലേക്ക്